ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ ഇന്ന് ഷാനൊപ്പം ഞാൻ അനൂപ് മേനൻ. സ്വയം ആകാൻ ചാൻസ് കിട്ടിയതിൽ ആരാവും? രാമൻ, രാവണൻ? ഞാനിത് രണ്ടും ആവില്ല, രണ്ടും ദുരന്തമാണ്. എൻഡില് എനിക്ക് ഈ പരിപാടി പറ്റില്ല. സ്വയം ഒരു എപ്പിക് ക്യാരക്ടറിന്റെ സാദൃശ്യം ഫീൽ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഐ തിങ്ക് എപ്പിക്സ് എന്നെ ഒരു കാലത്ത് എന്നെ എന്താണ് പറയുക അട്രാക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. എപ്പിക്സ് അട്രാക്ട് ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്തിനാണ് ശങ്കർ രാമകൃഷ്ണൻ. അവനാണ് ഇതിന്റെ ആള്. അവൻ ഈ ഉർമി, അങ്ങനത്തെ അരിവാൾ ചുറ്റിക നക്ഷത്രം, ഇങ്ങനത്തെ പരിപാടി. അവൻ ഈ മറ്റേ ധർമ്മരാജ, മാർത്താണ്ഡവർമ്മയൊക്കെയാണ് അവന്റെ. എനിക്ക് ഒരിക്കലും എപ്പിക്സ് എന്നെ അനൂപ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ? എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള സിനിമയിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. എനിക്ക് ബച്ചന്റെ ക്യാരക്ടേഴ്സ്, റൈറ്റ് ഫ്രം സഞ്ജീർ, ഷോലെ, നസറുദ്ദീൻ ഷാസ് ക്യാരക്ടേഴ്സ്, നടന്മാരെ പോൾ മുനി, അങ്ങനെയൊക്കെയുള്ള ആക്ടേഴ്സ് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് എപ്പിക്സിൽ ഒരു ക്യാരക്ടർ, ഈവൻ ഗ്രീക്ക് മിത്തോളജിയിലും പോലും എന്നെ പ്രൊമിത്യൂസ് എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയുന്നത്. അനൂപ് മേനൻ സിനിമ എഴുതുന്നത് സത്യത്തിൽ എന്തിന്? ഫോർ മണി, ഫോർ പ്ലഷർ? ഇറ്റ്സ് എ മിക്സ്. ദർ ഇസ് നോ വൺ ആൻസർ ടു ഇറ്റ്. 50-50. ഇറ്റ്സ് എ കോക്ടെയിൽ. സൂപ്പർ. പിന്നെ സിനിമ എഴുതുന്നത് എന്തിന്? ഫോർ പാഷൻ, ഫോർ സാറ്റിസ്ഫാക്ഷൻ? പാഷൻ. ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് കുറെ റൈറ്റേഴ്സ് ഒരു വർഷം 17 സിനിമയൊക്കെ എഴുതിയ റൈറ്റേഴ്സ് ഉണ്ട് ഈ നാട്ടില്. അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും തോന്നിയിട്ടുണ്ടോ അനൂപ് മേനനെ കൊണ്ട്? 17 സിനിമ എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷെ നല്ല സിനിമകൾ എഴുതാൻ പറ്റില്ല. 17 സിനിമയൊക്കെ എഴുതാം, അതാർക്കും എഴുതാം. മാറി മാറി ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ട് തിരക്കഥ എഴുതിക്കൊണ്ടേയിരിക്കുക. അത് എഴുതാൻ പറ്റും, പക്ഷെ അത് ആ സമയത്തൊക്കെ ബ്രില്യന്റ് ആയിട്ട് എഴുതിയ ആൾക്കാരുണ്ട്. ഇപ്പൊ ഡെന്നിസ് ജോസഫ്, ഹി ഹാസ് ഡൺ ദാറ്റ്. അത് അസാധ്യ കഴിവാണത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്ന് സിനിമയ്ക്ക് ഇന്ന് വേണ്ട ഒരു മാമത്ത് അല്ലെങ്കിൽ കൊളോസൽ സ്ക്രിപ്റ്റിംഗ് സ്ട്രക്ചർ വേണ്ട. നമുക്ക് 16 ദിവസം കൊണ്ട് തീർക്കാവുന്ന സിനിമകളാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചെറിയ കഥകളുമാണ്. നമുക്ക് ഇന്നൊന്നും അങ്ങനത്തെ ഒരു കഥ ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളത് ടിവിയിലേക്ക് റെലിഗേറ്റ് ചെയ്തു, അത്തരം കഥകളും കഥാസന്ദർഭങ്ങളും. അങ്ങനെയാണെങ്കിൽ എന്താ അനൂപ് മേനന്റെ വേ ഓഫ് റൈറ്റിംഗ് മൂവീസ്? ഐ റൈറ്റ്, ദാറ്റ്സ് ഓൾ. അങ്ങനൊരു വേ ഓഫ് റൈറ്റിംഗ് ഒന്നുമില്ല. നമ്മളൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നു, യു ജസ്റ്റ് റൈറ്റ്. ദർ ഇസ് നോ വേ ഓർ മെത്തേഡ് ടു ഇറ്റ്. ചൂസ് വൺ. ഈ ഇൻഡസ്ട്രിയിൽ വേണ്ടത് മാസ് മൂവി, ക്ലാസ് മൂവി? ഇൻഡസ്ട്രി നിൽക്കണമെങ്കിൽ മാസ് മൂവി തന്നെ വേണം. എന്താണ് മാസ് മൂവിയുടെ ചേരുവ? ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമ. ഐ വുഡ് സേ പ്രാഞ്ചിയേട്ടൻ ഇസ് എ മാസ് മൂവി. അപ്പോൾ ഒരു ക്ലാസ് മൂവി ഏതാ? ക്ലാസ് മൂവി പകൽ നക്ഷത്രങ്ങൾ വാസ് എ ക്ലാസ് മൂവി വിച്ച് വാസ് അങ്ങനത്തെ ഒരു തരം സിനിമകളാണത് എന്ന് പറയാൻ ഞാൻ പറഞ്ഞത്. ഇത് പ്യുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇറ്റ് ഇസ് നോട്ട് ദിസ് ക്വസ്റ്റ്യൻസ് ആൻസർ. ഇതൊരിക്കലും ഒരു ഡെഫിനിഷൻ അല്ല ക്ലാസ് മൂവിയുടെ, മാസ് മൂവിയുടെ. റൈറ്റ്. ആൾക്കാർ കാണുന്ന സിനിമ അതാണ് മാസ് മൂവി, ആൾക്കാർ കാണാത്ത സിനിമ ക്ലാസ് മൂവി. ഇതാണ് നമ്മുടെ സിനിമാറ്റിക് ഗ്രാമർ. ഇപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ് ആർ യു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? യു ഷുഡ് എൻഡ്യൂർ, സഫർ മീ and find out for yourself. Have ton കണക്കിന് fun. With RJ Sean. Well, അനൂപ് മേനന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഒരുപാടുണ്ട്. സ്വന്തമായിട്ട് എത്ര പ്രൊഫൈലുണ്ട്? എനിക്കില്ല. എനിക്കൊരു സ്വന്തമായ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇല്ല. ആകെ ഉള്ളത് എൻ്റെ ഒരു പേജാണ്. അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണ് മാനേജ് ചെയ്യുന്നത്. They're doing it fine also. നമുക്ക് പിന്നെ ഒരു ഓഡിയോ ഫേസ്ബുക്ക് ഉണ്ടാക്കിയല്ലോ ഓൺ സ്റ്റാർ ജാം. ആയിക്കോട്ടെ. Here we go. Name? അനൂപ് മേനൻ. Age? 36. Interested, not interested? Interested in what? Languages? മലയാളം and to an extent English. സത്യം പറയണം, അനൂപിന് സത്യത്തിൽ ഇഷ്ടം ഏതാ? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? മലയാളം. Political view? എനിക്കില്ല. I should not be saying if I have to be diplomatic and I have to be politically balanced, but I don't read newspapers. എത്ര കാലമായി എന്നോട് രഞ്ജേട്ടൻ കേട്ട് ഞെട്ടിയൊരു കാര്യമാണ്, നീ പത്രം വായിക്കില്ലേ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ അറിവുകളും ഉള്ള ഒരു അവസരമാണത്. അപ്പോൾ ആ സമയത്ത് അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലോകം തിരിയുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് അറിയണ്ടേ? ഇപ്പൊ ഒന്ന് പറഞ്ഞു തരുമോ ഷാൻ, ഇത് എങ്ങോട്ടാണ് തിരിയുന്നതെന്ന്? പത്രം വായിക്കുന്ന ഷാൻ. അല്ല, സീരിയസ്ലി ആസ് ആൻ ഇന്ത്യൻ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു അങ്ങനെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ലോകത്തിന്റെ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ, സ്വർണ്ണ വില ഇടിയുന്നുണ്ടോ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്നത്തെ നിലവാരം എന്ത്, ഇതൊന്നും എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ എന്നെ എക്സൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനേക്കാളും രാവിലെ ഐ വുഡ് റാദർ ഹാവ് എ ബുക്ക് ഓർ see a film. Relationship status? Single, committed, complicated? I'm single. Never complicated. I'm single. Happily single. ഇതുവരെ ഒരു തവണ ലൈഫിൽ കമ്മിറ്റ് ആയിട്ടില്ല? There was no commitment as such. അപ്പോ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടില്ല? No breakdowns also. അനൂപ് മേനൻ, height? 5'11". Weight? I think it is 96 or something. കൂട്ടാനോ കുറയ്ക്കാനോ പ്ലാൻ ഉണ്ടോ? ഒന്നുമില്ല. കുറയ്ക്കാനൊക്കെ ആഗ്രഹമുണ്ട്. കുറയണ്ടേ. എന്താണ് പിന്നെ അനൂപ് മേനന്റെ സെക്സ് അപ്പീൽ? ഇതാരാണ് പറഞ്ഞതെന്നും കൂടെ പറഞ്ഞു എനിക്ക് വലിയ സൗകര്യമായിരുന്നു. അല്ല, ഐ ഹാവ് ഹേർഡ് ഒരുപാട് പെൺകുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അനൂപ് മേനൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന പെൺകുട്ടികൾ.
Shan, where are the girls? I'm not seeing them, please. ആ ബുക്ക് എന്റെ ജീവിതം മാറ്റി. ക്ലീഷേഡ് ആണ്, ബട്ട് ഇറ്റ് ഇസ് ഖസാക്കിന്റെ ഇതിഹാസം. ഞാൻ ആദ്യം വായിച്ച ഒരു നാൻസി ട്രൂ, എനിറ്റ് ബ്ലിറ്റൺ അല്ലെങ്കിൽ ഹാർഡി ബോയ്സ് സ്ട്രീക്കിൽ നിന്നും മാറി ഒരു ലിറ്ററേച്ചറിലേക്ക് ഞാൻ വന്നത് ഖസാക്കിലൂടെയാണ്. അതിനുശേഷം മാത്രമാണ് ഹെർമൻ മെൽവില്ലും റോബർട്ട് ലൂയിസ് സ്റ്റീഫൻസണും ഒക്കെ എന്നിലേക്ക് വന്നിട്ടുള്ളത്. ക്ലബ് എഫ് എമ്മിൽ എന്റെ കൂടെ ഉണ്ട് അനൂപ് മേനൻ. ടൺ കണക്കിന് ഫൺ. ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാമിൽ ഇന്ന് ഷാനിനൊപ്പം ഞാൻ അനൂപ് മേനൻ. Well, define double meaning. I made to understand that. There's no double meaning. ഞാൻ ഡബിൾ മീനിങ് ഉപയോഗിക്കാറില്ല, ഞാൻ സ്ട്രൈറ്റ് മീനിങ്സേ ഉള്ളൂ. ഡബിൾ മീനിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒന്നിൽ നമ്മുടെ എന്താണ് മലയാളത്തിൽ എന്താ ഉൽപ്രേക്ഷ എന്നൊക്കെയാണ് അതിന്റെ പേര് തോന്നുന്നു. മറ്റൊന്നിന് ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞ അതാണ് ഉൽപ്രേക്ഷ അല്ല. അത് തന്നെ. Define beep in cinema. I don't know. Censors have their own regulations. വീപ്പ് ഇടണം എന്ന് പറയുമ്പോൾ ആസ് എ റൈറ്റർ വാട്ട് യു ഫീൽ? അല്ല, അത് ഒരു സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ ബോഡി. ആ ബോഡി അവർ വിചാരിക്കുകയാണ് ഇത് ബീപ്പ് ചെയ്യേണ്ട ഒരു വാക്കാണ്. ആ ഡിസിഷന് മുന്നിൽ നമ്മുടെ സിനിമ വെച്ചു കൊടുത്തതിന് ശേഷം അവർ പറയുന്ന സാധനം നമ്മൾ ചെയ്തേ പറ്റൂ. വി ആർ ദെയർ മേഴ്സി. സർ, ഇതിന് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും തരൂ എന്ന് പറയുന്ന മേഴ്സിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനേക്കാൾ മേലെ ഒരു ആർട്ടിസ്റ്റിന് ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല. അത് നമ്മുടെ നാട്ടിന്റെ ഒരു ഇതാണ്. ഇത് വിഷമത്തിൽ പറയണോ അംഗീകരിച്ചുകൊണ്ട് പറയണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നത്തിങ് ക്യാൻ ബി ഡൺ. അല്ലെങ്കിൽ നമ്മൾ ലെജിസ്ലേച്ചർ വഴി നമ്മളത് മാറ്റണം. അല്ലെങ്കിൽ അടുത്ത ജുഡീഷ്യൽ സെറ്റപ്പിലേക്ക് പോയിട്ട് നമ്മളത് ഒരു അപ്പീൽ പോയിട്ട് വി ഹാവ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഇറ്റ്. ദാറ്റ്സ് ഫൈൻ. ദാറ്റ്സ് ദ ഓർഡർ ഓഫ് ദി ഡേ. So you are enjoying beep? I'm enjoying everything. Not just the beep. I'm enjoying the dialogues. Beautiful എഴുത്തുകാരൻ പറയാ. Define beautiful. Everything in life except രോഗം and death. ഈ അടുത്ത കാലത്ത് ഞാൻ അത് തിരിച്ചറിഞ്ഞു. എന്ത്? That I'm very emotional, very sentimental. Why? I thought I had ഞാനൊരു ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് I can take anything emotionally ഞാൻ വിചാരിച്ചിരുന്നു. But the death of സുകുമാരി അമ്മ, that was something ഭയങ്കരമായിട്ട് എന്നെ ഒരു ഇമോഷണൽ ഡ്രെയിനിൽ കൊണ്ടെത്തിച്ച ആ ലാസ്റ്റ് ഡേയ്സ്. ദൈവം ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു ഫെയർവെൽ കൊടുക്കേണ്ട ഒരു സ്ത്രീയായിരുന്നു അവർ. നമ്മളും. Say yes or no. I drink. Yeah, I drink. I smoke. I don't. I flirt. I don't. I lie. I don't. I copy. I copy എന്ന് പറഞ്ഞാല് the only time I copied from another is in Cocktail. But I said, ഞാൻ ഫേസ്ബുക്കിൽ അത് ഫസ്റ്റ് ഡേ തന്നെ പ്രഖ്യാപിച്ചതാണ്. സംഭവിച്ചിട്ടുള്ളത് yes or no. ഇടിക്കിങ് ഞാൻ അറിയിച്ചിട്ടില്ല ഇതുവരെ. അനു ഭയങ്കര മാൻലി ആണല്ലോ സർ. അപ്പൊ ഒരാളോട് വഴക്കിട്ടാൽ ഫൈറ്റിൽ തീർക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്റെ ആങ്കറിന്റെ മാനിഫെസ്റ്റേഷൻ അല്ല എന്റെ ഫിസ്റ്റ്. ഞാൻ ഒരിക്കലും ഇടിച്ചുകൊണ്ട് എന്റെ ആങ്കർ തീർക്കാറില്ല. അല്ലെങ്കിൽ മാൻലിനെസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇടി. തല്ലും കൊണ്ടിട്ടില്ല. അതും സിനിമയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്നെ ആദ്യത്തെ ഇടി ഇടിക്കുന്ന ജയസൂര്യാണ്. ആ കാട്ടുചെമ്പകം സിനിമയിൽ. അവന് ഒരു ടൈമിങ്ങും ഇല്ലാതിരുന്ന സമയമാണ്. ഇത് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ ഉള്ള റൗണ്ടിലേക്ക് പോവാണ്. 10 questions, just say true or false and why. Right. Question number 1. എന്റെ മുഖം പറയുന്നത് പോലെ ഞാൻ അത്ര ജെന്റിൽമാൻ ഒന്നും അല്ല. It's false. Gentleman ആണ് 100%. What makes you a gentleman? I don't know whether I'm a gentleman or not, but I think I'm a human being who doesn't hurt others. ചില ഡയലോഗ് എഴുതുമ്പോഴേ എനിക്കറിയാം ഇത് സെൻസർ ബോർഡ് ബീപ്പിടും എന്ന്. ഞാൻ സെൻസർ ബോർഡിനെ നോക്കി എഴുതാറില്ല. എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ആ കഥാപാത്രം എന്ത് പറയണം എന്ന് അപ്പം തോന്നുന്നു, അയാളുടെ ആ ഓപ്പർച്യൂൺ മൊമെന്റിൽ എന്ത് പറയണം തോന്നുന്നു അത് എഴുതാറുള്ളൂ. അത് പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്റെ. വിഷമം തോന്നിയിട്ടുണ്ടോ? പറയാൻ തോന്നുന്നത് ഞാൻ പറയുന്നു, പക്ഷെ സിനിമ കാണാൻ വരുന്നവർ അത് കേൾക്കുന്നില്ല എന്നുള്ളത്? അല്ല, വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മളത് ഓർഡർ ഓഫ് ദി ഡേ അഗൈൻ. That's law. എന്നെ ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചാലും ഞാൻ പോവില്ല. ഐ മീൻ CCL. ഇല്ല, ഞാൻ പോവില്ല. അത് ഭയങ്കര ഗ്രൂവലിംഗ് ആണ്. ഞാൻ ഗ്രൂവലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാറില്ല. ഞാൻ പണ്ടേ ഒരു അത്ലറ്റ് അല്ല. ഞാൻ പണ്ടേ ഫുട്ബോളോ അങ്ങനത്തെ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ബട്ട് ഓൺലി വെൻ ദർ വാസ് ഷെയ്ഡ്, ദർ വാസ് വിൻഡ്, പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയറിലൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുള്ളൂ. വിയർക്കുന്ന കളിക്ക് വിളിച്ചാൽ വിയർക്കുന്ന ഒരു കളിക്കും പരിപാടി. മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കമൽഹാസൻ പറയുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നില്ല. മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഐ കം ഫ്രം എ ഫാമിലി വേർ ഓൾ ദ മാരേജസ് were perfect. So I believe in the institution called marriage. എന്റെ സിനിമകൾക്ക് റെക്കഗ്നിഷൻ ചിലപ്പോഴെങ്കിലും ലഭിക്കാത്തതിൽ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഇല്ല, അടുത്ത കാലത്ത് ഞാൻ ആരോടോ പറഞ്ഞു ലോഹിയേട്ടന്റെ കാര്യം. ലോഹിദാസ്, he was such a good writer, possibly one of the best we had. ലോഹിയേട്ടന് കിട്ടിയിട്ടില്ല റെക്കഗ്നിഷൻ. അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന റെക്കഗ്നിഷൻ. ഒരു സൈഡിൽ അമരം എഴുതും, ഇപ്പുറത്ത് ഹിസാനസ് അബ്ദുള്ള എഴുതും, അപ്പുറത്ത് പോയിട്ട് വെങ്കലം എഴുതും, ആധാരം, വേറെ ഭൂതക്കണ്ണാടി, കാരുണ്യം, എന്ത് ഒരു വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് എഴുതിയ മനുഷ്യനാണ് അയാൾ ജീവിച്ചിരുന്നത്.
അദ്ദേഹം ജീവിച്ചിരുന്ന ടൈമിൽ ഹി വാസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഹി ഷുഡ് ഹാവ് ബീൻ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഐ എം ജസ്റ്റ് എ നോബഡി. എന്റെ സിനിമയെ കുറിച്ച് മറ്റാരും പറയണ്ട, എനിക്കറിയാം അതിന്റെ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. ട്രൂ ഓർ ഫാൾസ്? ദാറ്റ്സ് ഫാൾസ്. എനിക്കറിയില്ല, മറ്റൊരു പറയാം. ഞാൻ ആ കുറ്റങ്ങൾ കേൾക്കാൻ നിൽക്കാറില്ല എന്നേ ഉള്ളൂ. ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സിനിമയുടെ വിധി എഴുതി കഴിഞ്ഞാൽ ആ സിനിമ അവിടെ കഴിഞ്ഞു. ദർ ഇസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് ദാറ്റ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. വി കാൻ കറക്റ്റ് ദാറ്റ് സിനിമ. സോ ഇറ്റ്സ് ഡൺ. അനൂപ് മേനോൻ തന്നെ എഴുതിയ ഡയലോഗാണ്, മെച്യൂരിറ്റി ഈസ് ഓൾ അബൌട്ട് ലൂസിംഗ് യുവർ ഇന്നസെൻസ്. ട്രൂ ഓർ ഫാൾസ്? It's true. I don't want to be mature. I don't want to be mature. I want to be childish. I want to do all those things that a child does. ഒരുപാട് മെച്യൂർ ഡയലോഗ്സ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ആക്ടർ പറയുന്നത് ഹി വാണ്ട്സ് ടു ബി എ ചൈൽഡ് എന്നാണ്. Any day I want to be a child. I am a child. Inside I'm a child. I do all the playful things that a child does. ക്ലബ് FM എന്റെ കൂടെ ഉണ്ട് അനൂപ് മേനോൻ. ഹാവ് ടൺ കണക്കിന് fun.